ഒരു ചെറിയ ഒരു ആലോചന ഇതുപോയി കാലം ഞാനൊന്ന് കൈമാറാനാണ് ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. സ്തോത്രം. പുറപ്പാട് പുസ്തകം 23:20. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. നിങ്ങൾക്ക് സൗകര്യമുള്ള ഭാഷയിൽ നിങ്ങൾ ഫോളോ ചെയ്താലും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 23-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു: See, I am sending an angel before you to protect you on your journey. See, I am sending an angel before you to protect you on your journey and lead you safely to the place I have prepared for you. സ്തോത്രം. See, ഇംഗ്ലീഷിൽ തുടങ്ങുമ്പോൾ see. സ്തോത്രം. മലയാളത്തിലൊന്നും ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് നിർത്തി 20-ാം വാക്യം ഒന്ന് വായിക്കാമോ? സ്തോത്രം. സ്തോത്രം. മതി. ഇതാ. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ സി. സ്തോത്രം. ഈ രണ്ട് ഭാഷയിലും ഇതിന്റെ അർത്ഥം ഗീവ് അറ്റൻഷൻ ടു മീ, എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. സ്തോത്രം. ഇതാ, സി, ലുക്ക് അറ്റ് മീ. സ്തോത്രം. അപ്പോൾ ഈ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ കൂടി കടന്നു പോകുന്ന ജനസമൂഹത്തിനോട് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം, നമ്മൾ പലതിനെയാണ് നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് ചുറ്റുമുള്ളത്. നമ്മൾ രാവിലെ നോക്കുമ്പോൾ എക്കണോമിക് സിറ്റുവേഷൻസ് നോക്കും. നമ്മൾ ഇന്നത്തെ റേറ്റ് നോക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വാട്സപ്പിലെ അപ്ഡേറ്റുകൾ നോക്കും. ഇന്ന് എത്ര പേർക്ക് ഇൻഫെക്റ്റ് ആയി നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതെല്ലാം വിട്ട് ലുക്ക്, സീ, ഇതാ. സ്തോത്രം. ലുക്ക് അറ്റ് മീ. സ്തോത്രം. ഞാൻ പറയുന്നത് നീ കേൾക്ക്. സ്തോത്രം. എന്നിട്ട് പറയാണ്, ഐ ആം സെൻഡിങ് എൻ ഏഞ്ചൽ. ഞാൻ നിനക്ക് മുമ്പ് ഒരു ദൂതനെ അയക്കുന്നു. സ്തോത്രം. ഐ ആം സെൻഡിങ് എൻ ഏഞ്ചൽ ബിഫോർ യു ടു പ്രൊട്ടക്ട് യു ഓൺ യുവർ ജേർണി and lead you safely to the place I have prepared for you. സ്തോത്രം. Praise the Lord. ഈ ദൂതനെ ദൈവം അയക്കുന്നതിനാണെന്നറിയാമോ? സ്തോത്രം. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ സ്തോത്രം ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുവാൻ, സക്സസ്ഫുൾ ആയിട്ട് എത്തിച്ചേരുവാൻ തക്കോണം, നമ്മുടെ യാത്ര സ്തോത്രം പൂർത്തീകരിക്കുവാൻ തക്കോണം, ദൈവം തുടങ്ങിയതിന് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം, ദൈവം തുടങ്ങിയത് സ്തോത്രം അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ തക്കോണം സ്തോത്രം ഞാനൊരു ദൂതനെ അയക്കുന്നു. ഇന്നത്തെ ദൈവത്തിന്റെ വാഗ്ദത്തമാ. കൈ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം. ഇടയ്ക്കത്തെ വഴിയിൽ വിട്ടുകളയുന്ന ദൈവമല്ല ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം. സ്തോത്രം. ഞാൻ പലപ്പോഴും ആവർത്തിക്കുന്ന പോലെ സ്തോത്രം ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം, ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവ പൈതലിനെ സംബന്ധിച്ചോളം there is no midway crash. സ്തോത്രം. സ്തോത്രം. എവിടെ ഞാൻ എത്തണമോ അവിടെ എന്നെ എത്തിക്കാൻ ശക്തനായ ദൈവമാണ്. സ്തോത്രം. നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്ന സർവശക്തനായ കർത്താവ്. സ്തോത്രം. നമ്മൾ അബ്ബ ഫാദർ എന്ന് വിളിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പിതാവ് അവ കൊണ്ടെത്തിക്കാൻ വിശ്വസ്തനായി. ഇതുപോലെ കാലം സ്തോത്രം ആ ഒരു വചനമാണ് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അവൻ കൊണ്ടെത്തിക്കും. ആരംഭിച്ചത് അവൻ ചെയ്തെടുക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നോക്കിക്കേ, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അടുത്ത വാക്യം, പേ ക്ലോസ് അറ്റൻഷൻ ടു ഹിം. Pay close attention to him. സ്തോത്രം. ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. അടുത്തതാ 21. നീ അവനെ ശ്രദ്ധിച്ച്. സ്തോത്രം. Pay close attention to him. Pay close attention to him. നീ അവനെ ശ്രദ്ധിക്കുക. സ്തോത്രം. മറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിനെ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആർക്കെന്ത് സംഭവിച്ചെന്ന് അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്തോത്രം സർവശക്തനായ ദൈവം സ്തോത്രം നമുക്ക് വേണ്ടി അയച്ച ആ ദൂതൻ. സ്തോത്രം. നമ്മൾ ആ വചനം ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ അത് സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്തോത്രം മുന്നേ കാട്ടുന്ന ഒരു വചനമാണ്. പേ ക്ലോസ് അറ്റൻഷൻ. ഒരു ദൂതനെ അയക്കുന്ന, ദൂതൻ എന്ന് പറയുന്നത് ലിറ്ററലി ഏഞ്ചൽ, യേശു കർത്താവിനെ അയക്കുന്നതിന്റെ ഒരു നിഴലായിട്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. പേ ക്ലോസ് അറ്റൻഷൻ ടു ഹിം. സ്തോത്രം. ആൻഡ് ഒബേ ഹിസ് ഇൻസ്ട്രക്ഷൻസ്. സ്തോത്രം. ദൂതന്മാർക്ക് സ്തോത്രം കമാൻഡ് ചെയ്യാനോ നമ്മളെ പഠിപ്പിക്കുവാനോ തക്കോണം വചനം ഇല്ല എങ്കിൽ അത് തീർച്ചയായിട്ടും കർത്താവ് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പേ ക്ലോസ് അറ്റൻഷൻ ടു ഹിസ് ഇൻസ്ട്രക്ഷൻസ്.
സ്തോത്രം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. And obey his instructions. Do not rebel against him, for he is my representative, and he will not forgive your rebellion. But if you are careful to obey him and following all my instructions, then I will be an enemy to your enemies, and I will oppose those who oppose you. സ്തോത്രം. ഒരാമയം പറഞ്ഞാട്ടെ. 23-ാം വാക്യം 22-ാം വാക്യം ബ്രദർ വായിച്ചാട്ടെ. രജി ബ്രദർ. എന്നാൽ നീ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് കൈവച്ചാട്ടെ ആ വചനത്തിൽ. സ്തോത്രം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന I will be an enemy to your enemy. I will oppose those who oppose you. നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്റെ ശത്രു എന്റെ ശത്രു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് ആരാ നമ്മുടെ ശത്രു? എന്താണ് നമ്മളെ പകയ്ക്കുന്നത്? എന്താണ് നമ്മളെ ടോർച്ചർ ചെയ്യുന്നത്? എന്താണ് നമ്മുടെ ശ്രദ്ധയെ സ്തോത്രം കർത്താവിൽ നിന്ന് മാറ്റുന്നത്? വചനം പറയുന്നു അത് ദൈവത്തിന്റെയും ശത്രുവാകട്ടോ. സ്തോത്രം. കാരണം നമ്മൾ അവന്റെ വചനം അനുസരിക്കുന്നവരാ, അവന്റെ സ്തോത്ര കൽപ്പനകളെ അനുസരിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാക്യം. ഒറ്റൊരു വാക്യം ഒന്നും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് മുമ്പോട്ട് വന്നാൽ അതിന്റെ സ്തോത്രം 29-ാം വാക്യം വായിച്ചാട്ടെ. ദേശം ശൂന്യമാകാതെയും കാട്ടുമൃഗം നിനക്ക് പെരുകാതെയും ഇരിപ്പാൻ ഞാൻ അവരെ ഒരു സംവത്സരത്തിനകത്ത് നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയുകയില്ല. ഒരു വർഷത്തിന്റെ അകം ഞാൻ അവരെ ഓടിച്ചു കളയത്തില്ല. നീ സന്താന I will not drive them out in a single year, because the land would become desolate and the wild animals will multiply and threaten you. I will drive them out a little at a time. സ്തോത്രം. 30-ാം വാക്യമാ. I will drive them out. കുറച്ചേ ഞാൻ അവരെ അകറ്റിത്തരും. അതാണ് എന്താണെന്നറിയാമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവം നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്തോത്രം ഓടി നമ്മുടെ അടുത്ത് കടന്നു വരണം എന്നാ ദൈവം പറയുന്നു. സ്തോത്രം. I am willing to come to you, but I am waiting for you to grow up. സ്തോത്രം. If you don't grow up, you will not see what I am trying to do in your life. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ദൈവം കാര്യങ്ങൾ ചെയ്താൽ പലപ്പോഴും ദൈവം ആരാണ് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ശത്രുവിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കാണും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്. സ്തോത്രം. വി ഹാവ് ബീൻ വെയിറ്റിംഗ്. ഇത് 400 വർഷങ്ങൾ ഇസ്രായേൽ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ദൈവം ഇവരെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. സ്തോത്രം. ഇവര് 400 വർഷം ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ ഈ ഒരു അധ്യായത്തിൽ നേരെ റിവേഴ്സാ. ദൈവം ഇവർക്ക് വേണ്ടി കാത്തിരിക്കുക. സ്തോത്രം. എന്തിനു വേണ്ടി കാത്തിരിക്കുക? അവർ വളരാൻ തക്കോണം. സ്തോത്രം. വളർന്നില്ല എങ്കിൽ ശത്രു സ്തോത്രം ആ എംപ്റ്റി സ്പേസസ് എല്ലാം നിറയ്ക്കും. സ്തോത്രം. ഒരു വലിയ ആത്മീയ മർമ്മമാണ്. സ്തോത്രം. 29-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ I will drive them out little by little. പൂർണ്ണമായി ദൈവീയ ചിന്തയും ദൈവത്തിന്റെ പ്ലാനിന് വേണ്ടി സമർപ്പിച്ചാൽ ഇല്ല എങ്കിൽ സ്തോത്രം ആ എംപ്റ്റി ആയിട്ടുള്ള സമയങ്ങളിൽ ശത്രുവിന് വേണ്ടി ശത്രു വിതയ്ക്കാൻ വേണ്ടി നമ്മൾ ഇടം കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് സ്തോത്രം പേടി കടന്നു വരുന്നത്, ആങ്സൈറ്റി കടന്നു വരുന്നത്, ചോദ്യങ്ങൾ കടന്നു വരുന്നത്, സംശയങ്ങൾ കടന്നു വരുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത് ലിറ്റിൽ ബൈ ലിറ്റിൽ I will drive them out. This is the time when God allows us to grow. സ്തോത്രം. ഇത് ലോക്കൗട്ട് അല്ല. വിശ്വാസികളെ സംബന്ധിച്ചോളം ലോക്ക്ഡ് ഇൻ. We should be locked in the presence of God. ദൈവത്തിന്റെ പാദപീഠത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ലോക്ക്ഡ് ഇൻ ആയാൽ തിരുവചനം പറയുന്നു യെശയ്യാവ് 41 നമ്മൾ പുതിയ ബലത്തോട് വെള്ളി വരുവാൻ ദൈവം സഹായിക്കും. സ്തോത്രം. 1-ാം വാക്യത്തിൽ ഇതാ ശ്രദ്ധിക്കൂ. സ്തോത്രം. I am sending an angel before you. സ്തോത്രം. ഇന്നത്തെ വാഗ്ദത്തം ഇതാകട്ടോ. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഒരു ദൂതനെ അയക്കാൻ പോകുന്നു.
ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് എത്തേണ്ട ഇടം വരെ എത്താൻ കർത്താവ് അത് സഹായിക്കും. വിശ്വസിക്കുന്നവർ ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യുക. Thank you, Lord.